ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ലൈറ്റ് ഹൗസ് തങ്കശ്ശേരി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വിളക്കുമാടമാണ് തങ്കശ്ശേരി വിളക്കുമാടം. 144 അടി ഉയരമുള്ള ഈ വിളക്കുമാടം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടമാണ്. ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചിരുന്ന ഈ വിളക്കുമാടം ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രകാശിപ്പിക്കുന്നത്. വിളക്കുമാടത്തിലെ വെളിച്ചം 13 മൈൽ ദൂരെ നിന്നുവരെ കാണാൻ കഴിയും എന്നതിനാൽ കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും ദിശയറിയാൻ സാധിക്കുന്നു. കുത്തബ് മിനാറിനെ പോലെ പിരിയൻ ഗോവണി കയറി വേണം വിളക്കുമാടത്തിൻ്റെ മുകളിലെത്താൻ. പ്രായമായവർക്കും കുട്ടികൾക്കും കയറാൻ നമുക്ക് ഇവിടെ ലിഫ്റ്റ് സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് ഈ വിളക്കുമാടം കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ലിഫ്റ്റ് ഉള്ളത് കാരണം നമുക്ക് ഒരുവിധം മുകളിലെത്തുകയും അവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ട് തിരികെ ലിഫ്റ്റിൽ തന്നെ താഴെ ഇറങ്ങാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. നമ്മൾ ചെറുപ്പക്കാരാണെങ്കിൽ ഈ ഇത്രയും ഗോവണി കയറി പോവുകയാണെങ്കിൽ നല്ലൊരു പാട് തന്നെയാണ്. അതിവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. നല്ല കുത്തനെയുള്ള പടവുകളാണ്. ഇത് മുകളിലത്തെ കാഴ്ചകളാണ്. നമ്മൾ മുകളിൽ കയറി ചെല്ലുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. കാറ്റാടി യന്ത്രവും നമ്മുടെ അതിവിശാലമായ അറബിക്കടലും കൊല്ലം ഗ്രാമവും മൊത്തത്തിൽ കാണാനൊരു ഭംഗി തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വിളക്കുമാടം സന്ദർശിച്ചിരിക്കണം. ഒരാൾക്ക് വെറും 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെ ഈടാക്കുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫി എല്ലാത്തിനും വേറെ റേറ്റുകളുണ്ട്. വലിയ തുകയൊന്നുമില്ല. ഇതാണ് നമ്മുടെ നീളം കൂടിയ കൊല്ലത്തെ പുല്ലിമുട്ട്. അപ്പോൾ ഇവിടത്തേക്കുള്ള വഴിയെന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലം ബീച്ചിൽ നിന്നും ഒരു ഏകദേശം 2 കിലോമീറ്റർ ഇങ്ങോട്ട് മാറി ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കളക്ട്രേറ്റ് ഭാഗത്ത് വരുന്നവർക്ക് അവിടുന്ന് നേരെ തങ്കശ്ശേരിയിലോട്ട് വന്ന് ഇത് കാണാവുന്നതാണ്. അപ്പം ഇത്രയും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വിളക്കുമാടം കൂടെയാണ്. നല്ല കാഴ്ചകളാണ്. ഇവിടെ നമുക്ക് പഴയ ഒരു കോട്ട കാണാൻ കഴിയും. അങ്ങനെ ഒത്തിരി നല്ല കാഴ്ചകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ കൊല്ലത്ത് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടെയാണ് ഇത്. അപ്പോൾ ഒരാൾക്ക് വന്നിട്ട് 20 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. അപ്പം രാവിലെ 10 മണി മുതലാണ് ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച അവധിയാണ്. അന്നാരും വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൺറൈസും സൺസെറ്റൊക്കെ കാണാം. അതിന് സൺസെറ്റാണ് ഏറ്റവും അഭികാമ്യം. അതായത് വൈകുന്നേരം ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടെ ക്ലോസ് ആവും. ഏറ്റവും നല്ല വ്യൂ പോയിൻ്റാണ് നമ്മുടെ ഈ കൊല്ലം തങ്കശ്ശേരി വിളക്കുമാടവും ആ പ്രദേശവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നല്ല നല്ല കാഴ്ചകളും കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും എല്ലാം വെവ്വേറെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ നമുക്ക് കാണാവുന്ന കൊച്ചു കോട്ട, പഴയ കോട്ട, ചരിത്ര സ്മാരകം നടത്തുന്ന ഒരു കോട്ടയാണ് ഈ നിൽക്കുന്നത്. ഇതിപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ഐതിഹ്യങ്ങളും നിങ്ങൾ പഴയ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ കൊല്ലത്ത് വരുന്നവർ പ്രത്യേകം സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നും കൂടെയാണ് ഇത് എന്ന് എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ. ഒരാൾക്ക് വന്നിട്ട് 20 രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. അപ്പോൾ ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് ക്യാമറയ്ക്കും പ്രത്യേക ഫീസ് അടയ്ക്കണം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ബായ്.